എല്ലാ പാർട്ടികളുണ്ടെന്ന് ആം ആദ്മി മാത്രമല്ലല്ലോ, ഓരോ പാർട്ടികൾക്കും അതിൻ്റേതായിട്ടുള്ള പ്ലസും മൈനസും ഉണ്ട്. കേരളത്തിലെ RSSനോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുഖ്യമന്ത്രി RSSന് വേണ്ടി വർക്ക് ചെയ്യുന്ന വളരെ പച്ചയായ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വരച്ച് കാണിച്ചതാണ്. താങ്കൾ UDF പ്രവേശനമുണ്ടോ അല്ലെ കെ സുധാകരനുമായിട്ട് ഇന്നലെ കൂടിക്കാഴ്ച നടത്തി? എന്താണ് കൂടിക്കാഴ്ച? സൗഹൃദപരമായിരുന്നു അല്ലെ? UDF പ്രവേശനത്തിന് കത്ത് കൊടുക്കുക എന്തോ ചെയ്തോ? ഒന്നുമില്ല, ഇറ്റ്സ് ഓൺലി പേഴ്സണൽ മീറ്റിംഗ്. സ്വാഭാവികമായിട്ടും മുമ്പും കണ്ടിരുന്നതാണ്, സംസാരിച്ചിരുന്നതാണ്, കാണാറുണ്ടായിരുന്നു. അന്ന് ഇതൊരു വാർത്തയല്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ പറയുന്ന ആരെ കണ്ടാലും അത് വാർത്തയാണ്. അതിലപ്പുറം പേഴ്സണൽ മീറ്റിങ്ങിനപ്പുറം അതിന് വേറെ വിഷയങ്ങളൊന്നും തന്നെയില്ല. നമസ്കാരം. അടുത്തിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്ത് പോയ നിലമ്പൂരിൻ്റെ MLA ആയ PV അൻവർ വീണ്ടും വിവാദങ്ങളിൽ നിറയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും CPMനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരേ ഒരു ADGP MR അജിത് കുമാറിനെതിരെയുമെല്ലാം നിരന്തരമായ ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം ഒടുവിൽ അൻവർ വലിയ വില കൊടുക്കേണ്ടതായി വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും അൻവർ പുറത്താവുകയായിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും അടങ്ങിയിരിക്കാൻ അൻവറിനെ പോലുള്ള ഒരു നിയമസഭാ സാമാജികന് സാധിക്കുമായിരുന്നില്ല. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കരയിലും പാലക്കാടും PV അൻവർ തൻ്റേതായിട്ടുള്ള സാന്നിധ്യം അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും വലിയ വലിയ വിവാദങ്ങളുമായി തന്നെയാണ് PV അൻവർ രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും എന്തുകൊണ്ടാണ് ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആ കുടുംബം ആവശ്യപ്പെട്ടിട്ടും ആ ആവശ്യത്തോട് ഹൈക്കോടതിയിൽ മലക്കം മറിഞ്ഞത് എന്താണ് എന്നുള്ളതാണ് PV അൻവർ എടുത്തു ചോദിക്കുന്നത്. പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന നവീൻ ബാബുവിൻ്റെ കുടുംബം നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞിട്ട് ആ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതയെ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ആ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ പുറത്തു വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയും കുടുംബവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നൽകുമ്പോൾ CBI അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമില്ലെന്നും കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ ഭംഗിയായി തന്നെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും CBI ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നതിനോട് സർക്കാരിന് താല്പര്യമില്ലെന്നും എന്തുകൊണ്ടാണ് CPM പറഞ്ഞത്? പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള ആളുകൾക്ക് മറ്റു പല വിവരങ്ങളും ഇതിൽ നിന്നും ഒളിക്കാനുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും പല പേരുകളിൽ പലയിടങ്ങളിൽ ബിനാമി ഇടപാടുകളിലായി പെട്രോൾ പമ്പുകൾ നടത്തുന്നുണ്ട് എന്നാണ് PV അൻവർ പറഞ്ഞത്. ഇത് ഇപ്പോഴല്ല ഞാനിത് പറയുന്നത്, മുൻപേ പറഞ്ഞിരുന്നതാണ് എന്നാണ് PV അൻവർ എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ PP ദിവ്യ എന്ന് പറയുന്നത് P ശശിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഏറ്റവും അടുത്ത നേതാവ് തന്നെയാണ്. P ശശിയും PP ദിവ്യയും ചേർന്ന, അല്ലെങ്കിൽ PP ദിവ്യയുടെ ഭർത്താവും ചേർന്ന ഒരു കോക്കസാണ് കണ്ണൂരിലും ചെങ്ങളായിലുമുള്ള പെട്രോൾ പമ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ എല്ലാം വിശദ വിവരങ്ങൾ CBI വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പുറത്തു തോണ്ടിയിടും. ഇത്തരം അനധികൃത ബിസിനസ്സുകളുടെ എല്ലാം വിശദാംശങ്ങൾ CBI അന്വേഷിക്കുകയാണെങ്കിൽ അത് പുറത്തു തോണ്ടിയിടും. P ശശിയുടെയും PP ദിവ്യയുടെയും പിണറായി വിജയൻ്റെയും CPMൻ്റെയും എല്ലാം കുഴി തോണ്ടുന്ന, അസ്ഥിവാരം തോണ്ടുന്ന അവസ്ഥയിലേക്ക് CBI ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനും CPMും CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിടിവാശിയോടുകൂടി നിൽക്കുന്നത് എന്നാണ് PV അൻവർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. പിണറായി വിജയൻ്റെയും മറ്റ് CPM നേതാക്കളുടെയും അനധികൃത സ്വത്ത് സമ്പാദനവും കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഒരുപാട് ഭൂമി ഇടപാടുകളും ക്രയവിക്രയങ്ങളുമെല്ലാം CBI അന്വേഷിക്കാമെന്ന് കഴിഞ്ഞാൽ ആ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടും. TV പ്രശാന്തൻ എന്ന് പറയുന്നത് PP ദിവ്യയുടെയും P ശശിയുടെയും ബിനാമി മാത്രമാണ്. P ശശിയുടെ ബിനാമിയാണ് PP ദിവ്യയുടെ ഭർത്താവായ അജിത്ത്. ഇവരെല്ലാവരും ചേർന്നുള്ള ഒരു കറക്ക് കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു കോക്കസാണ് കണ്ണൂരിൽ പല അനധികൃത ബിസിനസ്സുകളും നടക്കുന്നത്. പലരും ബിനാമി തന്നെയാണ്. CPM നേതാക്കളുടെ ബിനാമികളാണ് കണ്ണൂരിൽ ഓരോരോ സംരംഭങ്ങളുമായി എത്തിയിരിക്കുന്നത്. TV പ്രശാന്തിനെയോ PP ദിവ്യയെയോ P ശശിയെയുമെല്ലാം പിന്തുടർന്ന് CBI വരികയാണെങ്കിൽ അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ അടിത്തറ തോണ്ടുന്ന വിധത്തിലുള്ള അന്വേഷണങ്ങളായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ഏത് വിധേനയും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBIയെ തടയുക എന്നുള്ളത് പിണറായി വിജയൻ്റെയും MV ഗോവിന്ദൻ്റെയും P ശശിയുടെയും PP ദിവ്യയുടെയും എല്ലാം നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് എന്നാണ് PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. KPCC അധ്യക്ഷൻ K സുധാകരനെ PV അൻവർ അടുത്തിടെ കണ്ടിരുന്നല്ലോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന്
അത് ഒരു പതിവ് കാഴ്ചയാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ഇതര രാഷ്ട്രീയത്തിലെ പല നേതാക്കളെയും താൻ കാണാറുണ്ട്. അതിന് മറ്റു മാനങ്ങളൊന്നും നിങ്ങൾ നൽകേണ്ടതില്ല എന്നാണ് PV അൻവർ പറഞ്ഞത്. എന്നാൽ PV അൻവർ UDFിലേക്കോ കോൺഗ്രസിലേക്കോ ചേക്കേറുകയാണോ എന്നുള്ളതിൻ്റെ സൂചനയാണോ സുധാകരനെ കണ്ടതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ അത്തരത്തിലൊന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. DMK എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ സിംഗിൾ പൊളിറ്റിക്കൽ പാർട്ടിയായി നിലനിൽക്കുമോ, മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുമായി അലയൻസ് ഉണ്ടാകുമോ, ഏതെങ്കിലും കക്ഷികളുമായി ലയിക്കുമോ ചേരുമോ എന്നുള്ളതെല്ലാം വരും കാലങ്ങളിൽ കണ്ടറിയാൻ സാധിക്കും. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി DMK നിലനിൽക്കും എന്നാണ് പറയുന്നത്. PV അൻവർ ഇത് തന്നെയാണ് ഊന്നി പറയുന്നത്. ഇനി വരും കാലങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുമായി നയപരമായ അഭിപ്രായപരമായ യോജിപ്പിൻ്റെ പേരിൽ ഇനി യോജിച്ച് പ്രവർത്തിക്കാൻ പാടില്ലായികയില്ല എന്നുകൂടി PV അൻവർ പറയുമ്പോൾ സുധാകരനെ PV അൻവർ കണ്ടതിൻ്റെ പുറകിൽ PV അൻവർ കോൺഗ്രസിലേക്കാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും കാലങ്ങളിൽ PV അൻവർ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് UDFിൻ്റെ ഭാഗമായി നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും DMK എന്ന് പറഞ്ഞ ഒരു കക്ഷി രൂപീകരിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന PV അൻവർ കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്രത്തിലെ RSSന്റെ വിടുപണിക്കാരനായി മാറിയിരിക്കുന്നു. RSSന് വേണ്ടി ഏതറ്റം വരെയും എന്ത് ഉളുപ്പില്ലാത്ത പരിപാടിയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാപ്പരത്വം നമ്മൾ പലതുകുറി കണ്ടറിഞ്ഞതാണ് എന്ന് പിണറായി വിജയന്റെ പേരെടുത്ത് പറയാതെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. പിണറായി വിജയനെയും പിണറായി വിജയന്റെ നയവൈകല്യങ്ങളെയും P ശശിയും PP ദിവ്യയുടെയും എല്ലാം അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും ADM നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുമെല്ലാം വളരെ ഗഹനമായ രീതിയിൽ തന്നെ PV അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള പ്രഖ്യാപനം വൈകാതെ ഉണ്ടാവുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ഒരു പ്രഖ്യാപനം വൈകാതെ ഉണ്ടാവും. അത് DMK എന്നുള്ള രീതിയിൽ പ്രതീക്ഷിക്കണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ലയനം പ്രതീക്ഷിക്കണമോ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള ചോദ്യം. കേരളത്തിൽ UDF എന്നുള്ള മുന്നണിയിലേക്കുള്ള പ്രവേശനം എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അല്ല, അതിൽ ഇപ്പോൾ DMK ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള ഇറ്റ്സ് ഓൺലി എ സോഷ്യൽ മൂവ്മെൻറ്റ്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ അന്നേ പറഞ്ഞതാണ്, ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റും. അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റുന്ന ഡിസ്കഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ഞങ്ങൾ സിംഗിൾ സ്റ്റാൻഡിൽ DMK പൊളിറ്റിക്കൽ പാർട്ടിയായി മാറ്റും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ദേശീയ കക്ഷികളുമായിട്ട് അലയൻസ് ഉണ്ടാവാം, ചിലപ്പോൾ മർജിങ് ഉണ്ടാവാം. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രപ്പോസൽസ് അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഈ പറയുന്ന പാർട്ടികളിൽ നിന്നുണ്ടായാൽ ഈ പറയുന്നതൊക്കെ നടക്കും. അത് നടന്നില്ലെങ്കിൽ DMK ഞങ്ങൾ കേരളത്തിൽ പൊളിറ്റിക്കൽ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് മുന്നോട്ട് പോകും. രജിസ്ട്രേഷൻ അവസാനമായിട്ട് ഒരു കരുതുന്ന ഒരു കാര്യമാണ്. അതിന് മുമ്പ് ഒരു പക്ഷേ ലയം ഉണ്ടായേക്കാം, അത് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അല്ല, അങ്ങനെയൊന്നുമില്ല, പ്രഥമ പരിഗണനയൊന്നുമില്ല. വിച്ച് ഈസ് പ്രാക്ടിക്കൽ. നമ്മൾ ഇപ്പോൾ ഒരു ദേശീയ പാർട്ടിയുമായി ഒരു അലയൻസോ മർജിങ്ങോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ ഗുണം ഈ DMK പ്രവർത്തകർക്ക് കിട്ടേണ്ടതുണ്ട്. ആ ഞങ്ങൾ നൽകിയിരിക്കുന്ന പ്രപ്പോസലിൽ ആരാണ് ദോസ് ഹു ആർ ഗിവിങ് ബെറ്റർ ഓപ്ഷൻ, ആ ബെറ്റർ ഓപ്ഷൻ ഞങ്ങൾ ഗുണകരമാവും എന്ന് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആം ആദ്മി പാർട്ടിയുമായിട്ട് താങ്കൾ എന്താണ് താങ്കളുടെ ഒരു അല്ല, അതിപ്പോൾ എല്ലാ പാർട്ടികളുണ്ടെന്ന്, ആം ആദ്മി മാത്രമല്ലല്ലോ, ഓരോ പാർട്ടികൾക്കും അതിൻ്റേതായിട്ടുള്ള പ്ലസും മൈനസും ഉണ്ട്. അപ്പോൾ നമ്മളാകെ നോക്കേണ്ടത് എന്താണ്, നമ്മൾ കേരളത്തിൽ ഞാൻ ഉയർത്തിയ ആശയങ്ങൾ എന്താണ്, പിണറായിയുമായി ബന്ധപ്പെട്ട ആൻറ്റി കമ്മ്യൂണൽ സ്റ്റാൻഡാണ്. കാരണം കമ്മ്യൂണൽ ഫാക്ടറിനോടൊപ്പം കേരളത്തിലെ RSSനോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുഖ്യമന്ത്രി RSSന് വേണ്ടി വർക്ക് ചെയ്യുന്ന വളരെ പച്ചയായ ചിത്രം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വരച്ച് കാണിച്ചതാണ്. ഇന്നും അതിൻ്റെ അന്വേഷണം നടക്കുന്നു, SIT അന്വേഷിക്കുന്നു എന്ന് പറയുന്നതിലപ്പുറം കഴിഞ്ഞ 4 മാസമായിട്ട് എവിടെ എത്തിയിട്ടില്ല. ഏറ്റവും അവസാനമായിട്ട് നവീൻ ബാബു ADMൻ്റെ മരണം എന്താ ഹൈക്കോടതിയിൽ നടക്കുന്നത്? ആ കുടുംബത്തിൻ്റെ ആവശ്യമാണ് CBI അന്വേഷിക്കട്ടെ. എന്തിന് ഗവൺമെൻറ് അതിനെ എതിർക്കണം? എന്താ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം? ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞ പാർട്ടിയും ഗവൺമെൻറ്റും 2-3 ആഴ്ചയായിട്ടുള്ളൂ. എന്താ കോടതിയിൽ ഇങ്ങനെ മലക്കം മറിഞ്ഞത്? ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? എന്തോ ആവട്ടെ എന്ന് ആ ഫാമിലിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണല്ലോ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ദൗത്യം. ആ ദൗത്യത്തിന് ഘടകവിരുദ്ധമായിട്ട് എന്താ നിലപാടെടുക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവുമായിട്ടുള്ള അവിടുത്തെ പെട്രോൾ പമ്പ് ബിസിനസ്, ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് അനവധി പെട്രോൾ പമ്പുകളുണ്ട്.
ഞാൻ പബ്ലിക്കായി പറഞ്ഞപ്പോൾ എനിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു കോടതിയിൽ നിന്ന്. നമ്മളതിൻ്റെ മറുപടി കൊടുത്ത് നമ്മളത് പിന്മാറാനല്ല, നമ്മൾ ആ കേസുമായി കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അദ്ദേഹം തരുന്ന നോട്ടീസിന് മാപ്പ് പറഞ്ഞ് പിന്മാറാനല്ല അൻവർ നിൽക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ ആകെ ഒരു പുകമറയിലാണ്.